ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതുക്കിയ SCERT പാഠപുസ്തകങ്ങളിലെ PSC പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള അധ്യായങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നൽകുന്ന സീരീസ് ആണ് SCERT എക്സ്പ്ലെയിനർ. ഇതിനകം നമ്മൾ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളെല്ലാം തന്നെ SCERT എക്സ്പ്ലെയിനറിലൂടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് വെറുതെ അല്ല, LGS LDC +2 നിലവാരമുള്ള PSC പരീക്ഷകളുടെ സിലബസിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. നിങ്ങൾക്കറിയാം, പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. ആ പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് SCERTയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ അധികാരം ജനങ്ങൾക്ക് എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെഷനിൽ പഠിച്ചെടുക്കുന്നത്. ഉറപ്പായിട്ടും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് അധികാരം ജനങ്ങൾക്ക് എന്ന അധ്യായത്തിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് ഗാന്ധിജിയും ഗ്രാമവികസനത്തിന് വേണ്ടി ഗാന്ധിജി കൊണ്ടുവന്ന ഗ്രാമസ്വരാജ് എന്ന ആശയത്തെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ടാണ്. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ഗ്രാമസ്വരാജ് എന്താണ്? ഗ്രാമസ്വരാജ്, സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം എന്നാണ്. ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾക്ക് സ്വയം ഭരണം നൽകണം. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഗ്രാമസ്വരാജ് എന്ന ആശയം, ഗ്രാമസ്വരാജ് എന്ന ലക്ഷ്യം, ഗ്രാമസ്വരാജ് എന്ന പദം, ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം, ഗ്രാമസ്വരാജ് എന്ന പദ്ധതി, ഇതെല്ലാം ആവിഷ്കരിച്ചതാരെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഞാൻ എല്ലാം എടുത്ത് പറഞ്ഞ എന്തുകൊണ്ടെന്ന് അറിയാമോ? ചിലപ്പോൾ നിങ്ങൾ ആശയം പഠിച്ചുകൊണ്ട് പോകും, അപ്പോൾ ചോദിക്കും ലക്ഷ്യം ആരുടേതാണെന്ന്. നിങ്ങൾ ലക്ഷ്യവും മഹാത്മാഗാന്ധി എന്ന് പഠിച്ചിട്ട് പോകും, അപ്പോൾ ചോദിക്കും ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി കൊണ്ടുവന്ന ആരാണ്? എല്ലാത്തിന്റെ ഉത്തരം ആരാണ്? മഹാത്മാഗാന്ധി. ഗ്രാമങ്ങൾക്ക് സ്വയംഭരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആശയമാണ് ഗ്രാമസ്വരാജ്. ഗ്രാമസ്വരാജ് എന്ന ആശയം, ലക്ഷ്യം, സ്വപ്നം, പദ്ധതി, പദം ആരുടെ എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടേതാണ്. മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്തായിരുന്നു? ഓരോ ഗ്രാമങ്ങളും സ്വാശ്രയത്വം നേടുക. എന്തിലൊക്കെ? ഭക്ഷ്യവിളകളിൽ സ്വാശ്രയത്വം നേടുക, തുണി ഉൽപാദനത്തിന് വേണ്ടിയുള്ള പരുത്തി വിളയുടെ ഉൽപാദനത്തിൽ സ്വാശ്രയത്വം നേടുക. ഇതാണ് ഗാന്ധിജി പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. എന്തിലൊക്കെയാണ്? ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിനും വസ്ത്രധാരണത്തിനുള്ള പരുത്തി വിളയുടെ ഉൽപാദനത്തിനും. പിന്നെ ഗാന്ധിജി പറയുന്നുണ്ട്, ഒരു ഗ്രാമം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ടി വരരുത്. തങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കണം. അതാണ് ഗ്രാമങ്ങൾ ചെയ്യേണ്ടത്. അതാണ് ഗാന്ധിജി കണ്ട ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ സ്വപ്നം. പിന്നെ ഈ ഗ്രാമസ്വരാജിൽ ഗാന്ധിജി ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, വയോധികർക്കും കുട്ടികൾക്കും വിനോദത്തിന് വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. വയോധികർക്കും കുട്ടികൾക്കും വേണ്ടി വിനോദത്തിന് പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ കന്നുകാലി പരിരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിരിക്കണം. ഇതാണ് ഗ്രാമസ്വരാജ് എന്ന കോൺസെപ്റ്റിലൂടെ മഹാത്മാഗാന്ധി പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിനകത്താണ് ഇതിനെക്കുറിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് പഠിക്കണം. നമുക്ക് ആദ്യം ഗ്രാമസ്വരാജിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ ഗാന്ധിജിയുടെ സ്വപ്നം നോക്കൂ. എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും, ഞാൻ ഒന്നുകൂടി പറയുന്നു, എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും, ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രാമങ്ങളും സ്വാശ്രയത്വം നേടിയിരിക്കണം. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം, അതൊരു ആവശ്യമാണെന്ന് തീർന്നാൽ മാത്രമേ നമ്മൾ അയൽക്കാരെ ആശ്രയിക്കാവൂ. അതിനാൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാനും ഉപയോഗിക്കും എന്ന് ഹരിജൻ പത്രത്തിൽ 1942 ജൂലൈ 26 ഗാന്ധി എഴുതിയ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ഈ മേഖലയിൽ നിന്ന് ഉറപ്പായിട്ടും ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിയുടെ കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ശരി, നമുക്കപ്പോൾ അതിനെ ഒന്ന് നോട്ടാക്കി മാറ്റാം. ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്. ഗ്രാമവികസനത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ: ഗ്രാമത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ഗ്രാമങ്ങൾ പൂർണ്ണ റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം നടത്താനുള്ള അധികാരം കൊടുക്കുക, ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുക, ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം.
കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം. ഇതാണ് ഗാന്ധിജി പറഞ്ഞ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കേ, ഉറപ്പായിട്ട് ചോദിക്കും. ശരി, ഇനി ഗ്രാമസ്വരാജിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗ്രാമസ്വരാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമത്തിൽ സ്വയംഭരണ ഗവൺമെന്റ് ഉണ്ടാവണം. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം, എക്സാമിന് ചോദിക്കും. 2, പഞ്ചായത്തുകളുടെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജനക്ഷേമം വർദ്ധിക്കും. പഞ്ചായത്തുകൾക്ക് എത്രമാത്രം അധികാരങ്ങൾ നമ്മൾ കൈമാറുന്നോ എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലേക്ക് ഗ്രാമങ്ങളെ നമ്മൾ എങ്ങനെ റിപ്പബ്ലിക് ആക്കുന്നു അതിനനുസരിച്ച് ജനക്ഷേമം വർദ്ധിക്കും. ഗ്രാമവികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഗ്രാമങ്ങളാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിനെ നമ്മൾ കുറച്ചും കൂടെ വിലയിരുത്തിയാൽ ഇങ്ങനെ മനസ്സിലാവും. ഗ്രാമസ്വരാജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയംഭരണ ഗവൺമെന്റുകളാണ്. എവിടെ? ഗ്രാമതലത്തിൽ. പഞ്ചായത്തുകളുടെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജനക്ഷേമം വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. ഗ്രാമസ്വരാജ് ഗ്രാമവികസനത്തിലൂടെ രാജ്യ പുരോഗതി സാധ്യമാക്കുന്നു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഗ്രാമങ്ങളെന്നും ഗ്രാമസ്വരാജ് എന്ന കോൺസെപ്റ്റിൽ ഗാന്ധിജി ഉൾപ്പെടുത്തിയിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാമസ്വരാജ്, ഗാന്ധിജി. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു മാർക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് അധികാര കേന്ദ്രീകരണവും അധികാര വികേന്ദ്രീകരണവും. ടെക്സ്റ്റ് ബുക്ക് ഞാൻ അതേപോലെയാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ചോദ്യം വരും. അധികാരത്തിന്റെ കേന്ദ്രീകരണം, പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അധികാരത്തിന്റെ കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചുരുക്കം ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നാലാണ് അതിനെ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ശ്രദ്ധിക്കുക. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചുരുക്കം ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നാൽ അതിനെ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നു. ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവാണ് ഭരണകാര്യങ്ങളിൽ സാധാരണക്കാരുടെ പങ്കാളിത്തം വളരെ കുറവായിരിക്കും. വളരെ ഉയർന്ന തട്ടിലുള്ള ആളുകളിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുള്ള അധികാരം. എന്നാൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ. തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുള്ള അധികാരം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് അധികാര വികേന്ദ്രീകരണം. അപ്പൊ ചുരുക്കം ചില വ്യക്തികളിൽ മാത്രം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും തീരുമാനിക്കുന്നതിനുമുള്ള അധികാരം കേന്ദ്രീകരിച്ചാൽ അത് അധികാര കേന്ദ്രീകരണം. താഴെത്തട്ടിലേക്ക് അധികാരം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് അധികാരത്തിന്റെ വികേന്ദ്രീകരണം. ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായി നൽകിയിരിക്കുന്നു. അധികാര കേന്ദ്രീകരണം, ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. ഇനി അധികാരത്തിന്റെ വികേന്ദ്രീകരണം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ, ശ്രദ്ധിക്ക്, ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. നിയമപരമായി കൈമാറണം, ചുമ്മാ നിങ്ങൾ കാര്യങ്ങൾ നടത്തിക്കോ എന്ന് പറയുന്നതല്ല. ഒരു രാഷ്ട്രം നിയമം നിർമ്മിച്ചോ അല്ലെങ്കിൽ ഭരണഘടനയിലൂടെയോ ഭരണത്തിൽ ഇടപെടാൻ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് അധികാരം കൈമാറുന്ന സംവിധാനമാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ. അപ്പോൾ ഇത് PSC പരീക്ഷകൾക്ക് ഉറപ്പായിട്ട് ചോദിക്കും. അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ, അതായത് താഴെത്തട്ടിലേക്ക് നമ്മൾ അധികാരം എത്തിച്ചാൽ അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ് നോക്കൂ. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം ഉണ്ടാവും. നമ്മൾക്ക് പഞ്ചായത്തുകളിലൂടെ അല്ലേടെ നമ്മൾ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നത്. കൂടുതൽ ആളുകളിലേക്ക് താഴെത്തട്ടിലേക്ക് അധികാരം എത്തിച്ചാൽ താഴെത്തട്ടിലുള്ള ആളുകൾ ആ പ്രാദേശിക താല്പര്യം കണക്കിലെടുത്ത് അവിടുത്തെ റോഡുകളായാലും കുടിവെള്ളമായാലും ഭവനമായാലും ഇതിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. കൂടുതൽ ആളുകളിലേക്ക് അധികാരം എത്തുകയാണ്. അതാണ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം ലഭിക്കും. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. ഓരോ പ്രദേശത്തിന്റെയും ആവശ്യം വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഗ്രാമങ്ങളിൽ ഓരോ ഗ്രാമത്തിന്റെ ആവശ്യം വ്യത്യാസമായിരിക്കും. ചില ഗ്രാമത്തിന് റോഡാണ് ആവശ്യം, ചില ഗ്രാമത്തിന് കിണറാണ് ആവശ്യം, ചില ഗ്രാമത്തിന് അങ്കണവാടിയാണ് ആവശ്യം, ചില ഗ്രാമത്തിന് പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആവശ്യം. അപ്പൊ ഈ പ്രാദേശിക തലത്തിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അധികാരം അവർക്ക് കൊടുത്താൽ ആ ഗ്രാമത്തിന്റെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് ആവശ്യങ്ങൾക്കൊരു മുൻഗണന തീരുമാനിക്കാൻ പറ്റും. നമ്മളെ ഗ്രാമത്തിന് ആദ്യം കിണർ മതി, പിന്നീട് റോഡ് മതി, അതിനുശേഷം അങ്കണവാടി മതി. മറ്റേ ഗ്രാമം ഇങ്ങനെ തീരുമാനിക്കും, നമുക്ക് അങ്കണവാടിയാണ് ഏറ്റവും ആവശ്യം, റോഡ് ഓൾറെഡി ഉണ്ട്, വലിയ പ്രശ്നമില്ല, അതിനുശേഷം നമുക്ക് കിണറാണ് ആവശ്യം. അങ്ങനെ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ താഴെത്തട്ടിലേക്ക് അധികാരം നൽകിയാൽ സാധിക്കും. 3, സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. നമുക്കറിയാലോ, പഞ്ചായത്ത് വന്നോടുകൂടിയും
പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ വന്നതോടുകൂടി അല്ലടേ നമ്മുടെ നാട്ടിൽ ജനാധിപത്യ പ്രക്രിയയിലേക്ക് സ്ത്രീകൾ കൂടുതലായിട്ട് കടന്നു വന്നത്. അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗക്കാര്, പട്ടികജാതി പട്ടിക വിഭാഗക്കാരൊക്കെ കൂടുതൽ വന്ന അങ്ങനെയല്ലേ? അപ്പൊ അധികാരം താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ താഴെത്തട്ടിലുള്ള ദുർബല വിഭാഗങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും ജനാധിപത്യത്തിൽ ഇടപെടാൻ കഴിയുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. നെക്സ്റ്റ്, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ പോർഷൻ ഇപ്പൊ കാണാപ്പാഠം പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർമ്മയിൽ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഓർത്താൽ മതി. അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പഞ്ചായത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഉപയോഗമാണ്. പഞ്ചായത്തിലൂടെയാണല്ലോ താഴെത്തട്ടിലേക്ക് അധികാരം എത്തുന്നത്. നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് വന്നാലുള്ള ഉപയോഗം എന്താണ്? നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? നമ്മുടെ പ്രാദേശിക വികസനം ഉണ്ടാവും. നമ്മളെ നാട്ടിലെ വികസന ആവശ്യങ്ങൾക്ക് ഒരു മുൻഗണന നിശ്ചയിക്കാൻ പറ്റും. സ്ത്രീകള്, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗക്കാർ ഭരണ മേഖലയിലേക്ക് കടന്നു വരും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടും. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാവും. ഇതിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പായിട്ട് ചോദിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്താണ് അധികാര വികേന്ദ്രീകരണം? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുള്ള അധികാരം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് അധികാര വികേന്ദ്രീകരണം. ആ അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രം എന്താണ്? ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ പ്രാചീന കാലത്ത് തന്നെ ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നതായി. പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഗവൺമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ പ്രാചീന ചരിത്രം പരിശോധിച്ചാൽ അവിടെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും മനുസ്മൃതിയിലും പ്രാചീന ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. അതിലൂടെ താഴെത്തട്ടിലേക്ക് ജനങ്ങൾക്ക് അധികാരം ലഭിച്ചിരുന്നു. അതിലൂടെ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയിരുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. മനുസ്മൃതിയിലും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പ്രത്യേകം പറയുന്നു. പിന്നെ ചന്ദ്ര, ഗുപ്ത, മൗര്യ കാലഘട്ടങ്ങളിലും പ്രാദേശിക ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. പ്രാചീന കാലത്ത് ഇവ സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സഭ. പ്രാചീന ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഗവൺമെന്റുകൾ അറിയപ്പെട്ടിരുന്നത് സഭ എന്ന പേരിലാണ്. ഈ സഭ പിന്നീട് പരിണമിച്ചാണ് പഞ്ചായത്ത് എന്ന വാക്കായി മാറിയത്. പഞ്ച എന്ന് പറഞ്ഞാൽ 5, ആയത് എന്ന് പറഞ്ഞാൽ സമിതി എന്നാണ്. പഞ്ചായത്ത് എന്ന വാക്കിന്റെ അർത്ഥം 5 പേരടങ്ങുന്ന സമിതി. പഞ്ചായത്ത് എന്ന വാക്കിന്റെ അർത്ഥം 5 പേരടങ്ങുന്ന സമിതി. പിന്നീട് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തുകൾ ദുർബലപ്പെട്ടു. തുടർന്ന് വന്ന ബ്രിട്ടീഷ് വൈസ്രോയി, പേര് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും, പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കും, 1 മാർക്ക് ഉറപ്പ്. റിപ്പൺ എന്ന് പറയുന്ന വൈസ്രോയി ഇന്ത്യയിലെത്തി 1882 ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായി റിപ്പൺ പ്രഭു ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു. റെസൊല്യൂഷൻ ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ് പേര്. 1882 ഇത് പ്രകാരം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1882 റിപ്പൺ പ്രഭു റെസൊല്യൂഷൻ ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന പ്രമേയം കൊണ്ടുവരുന്നത്. അതിനുശേഷം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഇന്ത്യയിൽ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇന്ത്യയിൽ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. തുടർന്ന് വന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലും വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അവർ നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിച്ച നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ അത് എഴുതിയാൽ മതി. പക്ഷേ കറക്റ്റ് കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളായ പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. അത് പിന്നെ 35 ആക്ടിലും അതിനെക്കുറിച്ച് പരാമർശം വന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ ആയിരുന്നു അവ. പഞ്ച എന്നാൽ 5, ആയത് എന്നാൽ യോഗം അഥവാ സമ്മേളനം അല്ലെങ്കിൽ സമിതി എന്നാണ്. എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് രൂപപ്പെട്ടത്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 5 പേരടങ്ങുന്ന സമിതി. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി.
എന്നാൽ 1882 ഇമ്പോർട്ടന്റ് 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതോടുകൂടി പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് 1882, അത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. റിപ്പൺ കൊണ്ടുവന്നതാണ് റെസൊല്യൂഷൻ ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ വന്ന പ്രാദേശിക ഗവൺമെന്റുകൾ അറിയപ്പെട്ടിരുന്ന പേര് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലേ, ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെച്ചോ. ലോക്കൽ ബോർഡ്സ്, അതായത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ അറിയപ്പെട്ടിരുന്ന പേര് ലോക്കൽ ബോർഡ്സ് എന്നാണ്. റിപ്പൺ പ്രഭുവിന്റെ കാലത്ത്. അതുകൊണ്ട് ഇന്ത്യയിൽ റിപ്പൺ പ്രഭുവിനെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ പിതാവെന്ന് വിളിക്കുന്നു. ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഈ റെസൊല്യൂഷനാണ്. റിപ്പൺ പ്രഭു 1882 കൊണ്ടുവന്ന റെസൊല്യൂഷനാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഇന്ത്യയിൽ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിച്ചത്. തുടർന്ന് 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലും പ്രാദേശിക ഗവൺമെന്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ക്ലിയർ ആണ്? ശരി. അടുത്തത് അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. അതായത് താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കാൻ ഭരണഘടനയിൽ എന്ത് വ്യവസ്ഥയാണ് ഉള്ളത്? ഇമ്പോർട്ടന്റ് ആണ്. ഞാനിവിടെ റെഡ് ഇങ്കിട്ട് മാർക്ക് ചെയ്യുന്നു, റെഡ് ഇങ്കിട്ട് എഴുതുന്നു. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടന്റ് എന്നാണ്, തെറ്റിക്കരുത്. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. നമ്മുടെ ഭരണഘടനയിൽ അധികാരം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ എന്ത് വ്യവസ്ഥയാണ് ചെയ്തിട്ടുള്ളത്? ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം മാത്രം പഠിക്കേ. ഇന്ത്യൻ ഭരണഘടനയിലെ 40ാമത്തെ വകുപ്പിൽ, 40ാമത്തെ വകുപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിലെ 40ാമത്തെ വകുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇന്ത്യയിലെ പഞ്ചായത്തുകളെ ശാക്തീകരിക്കാനുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാവുന്നതാണ്. ഇന്ത്യയിൽ പഞ്ചായത്തുകളെ ശാക്തീകരിക്കാനുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാം. അതായത് പഞ്ചായത്തുകൾക്ക് ശക്തി പകരാം എന്നൊരു വ്യവസ്ഥ DPSPയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു? 40. DPSP എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, മുമ്പ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിൽ പഞ്ചായത്തുകൾക്ക് ശക്തി നൽകാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40, ഇമ്പോർട്ടന്റ് ഒരു മാർക്ക്. അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. രൂപീകരണം എന്ന വാക്ക് ആപ്റ്റ് അല്ല, ആക്ച്വലി ശാക്തീകരണം എന്നാണ് പറയേണ്ടത്. ഫോർമേഷൻ എന്നല്ല, സ്ട്രെങ്തനിങ് എന്നാണ്. പഞ്ചായത്തിനെ ശാക്തീകരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാന അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഒരു കാര്യം ഉൾപ്പെടുത്തിയാൽ അതൊരു ഓപ്ഷനാണ്. ഗവൺമെന്റിന് താല്പര്യം ഉണ്ടെങ്കിൽ നടപ്പിലാക്കിയാൽ മതി, നടപ്പിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 40 പഞ്ചായത്തുകളെ ശാക്തീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ പഞ്ചായത്ത് വ്യവസ്ഥ എന്നും തുടക്കത്തിൽ നല്ലതല്ലായിരുന്നു. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ വ്യവസ്ഥയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. ഇങ്ങനെ അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്താനായിട്ട് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത 2 കമ്മിറ്റികളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഒന്ന് ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയും 2 അശോക് മേത്ത കമ്മിറ്റിയും. ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. നമുക്ക് ആദ്യം ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയാണ് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ആദ്യത്തെ കമ്മിറ്റി. ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ, ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി 57 ഇത് പഠിച്ചിട്ട് പോണേ. ഉറപ്പായിട്ട് ചോദിക്കും. 100% ചോദ്യം വരും കേട്ടോ. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണം. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി. പഞ്ചായത്ത് സമിതിയാണ് ബ്ലോക്ക് പഞ്ചായത്തെ, മറന്നോല്ലേ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത് താലൂക്ക് പഞ്ചായത്ത് എന്നറിയപ്പെടും. താലൂക്ക് പഞ്ചായത്ത്. ചില സ്ഥലങ്ങളിൽ ഇത് മണ്ഡൽ പഞ്ചായത്ത് എന്നും അറിയപ്പെടും. ഇതെല്ലാം ഒന്നാണ്. പഞ്ചായത്ത് സമിതി, ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് പഞ്ചായത്ത്, മണ്ഡൽ പഞ്ചായത്ത് അത് വേണം. പിന്നെ ജില്ലാ പഞ്ചായത്ത് വേണം. അപ്പോൾ ഉറപ്പായിട്ട് ചോദിക്കും. ഇന്ത്യയിൽ പഞ്ചായത്തുകൾ ത്രിതലമായിരിക്കണമെന്ന് നിർദ്ദേശ കമ്മിറ്റി ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിർദ്ദേശ കമ്മിറ്റി ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആസൂത്രണവും വികസനവും നടത്താനുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടവും സംഘാടനവും പരിഷത്തിന് നൽകുക. എന്ന് പറഞ്ഞാൽ ആസൂത്രണവും വികസനവും നടപ്പിലാക്കേണ്ടത് ബ്ലോക്ക്, ഇതിന്റെ മേൽനോട്ടവും സംഘാടനവും വഹിക്കേണ്ടത് ഡിസ്ട്രിക്റ്റ്.
വീണ്ടും പറയുന്നു, ആസൂത്രണവും വികസനവും നടപ്പിലാക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പഞ്ചായത്തിന് നൽകണം. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് വേണം. ഏറ്റവും താഴെത്തട്ടിലെ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കട്ടെ. ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കട്ടെ. മറ്റു 2 പഞ്ചായത്തിലും ഡയറക്റ്റ് ഇലക്ഷൻ വേണ്ട. പകരം ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ച ആളുകളുണ്ടല്ലോ, മെമ്പേഴ്സ്, അവർ പോയിട്ട് ബ്ലോക്കിലെയും ജില്ലയിലെയും അംഗങ്ങളെ തെരഞ്ഞെടുക്കട്ടെ. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ് ഉണ്ടാവട്ടെ. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഉറപ്പിച്ച് പഠിച്ചിട്ട് പോ. ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണം. അതിനു മുമ്പ് ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയുടെ വർഷം ഏത് വർഷം? 57. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി അഥവാ ബ്ലോക്ക് പഞ്ചായത്ത് അഥവാ മണ്ഡൽ പഞ്ചായത്ത് അഥവാ താലൂക്ക് പഞ്ചായത്ത് വേണം. ജില്ലാ പരിഷത്ത് വേണം. പിന്നെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം, ആസൂത്രണവും വികസനത്തിനുള്ള അധികാരം ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കണം. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പഞ്ചായത്തിനായിരിക്കണം. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് മതി. എന്നാൽ ജില്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് സമിതികളിലും പരോക്ഷ തെരഞ്ഞെടുപ്പ് മതി. ഓക്കെ. അതിനെ തുടർന്നാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം? ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി, ശ്രദ്ധിക്ക്, അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിലവിൽ വന്നതാണ് പഞ്ചായത്ത് രാജ് സംവിധാനം. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിർദ്ദേശിച്ച കമ്മിറ്റി ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. 1959 ഒക്ടോബർ 2 രാജസ്ഥാൻ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, രാജസ്ഥാനിലെ നാഗൂർ എന്ന ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പോ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ത്രിതല പഞ്ചായത്ത് സംവിധാനം നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ അധികാരം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്ന അധികാര വികേന്ദ്രീകരണം നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏത്? ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏത്? ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന വർഷം 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2. സംസ്ഥാനം രാജസ്ഥാൻ, ജില്ല നാഗൂർ. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. നെക്സ്റ്റ്, അതിനുശേഷം ഈ പഞ്ചായത്ത് രാജിന്റെ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. വർഷം 1978. ഉറപ്പായിട്ടും ചോദിക്കും. വേറൊരു കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിൽ 2 കമ്മിറ്റികളെ കുറിച്ച് പറയുന്നുള്ളൂ, ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. ദ്വിതല പഞ്ചായത്ത് സംവിധാനം, മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മാത്രം മതി എന്നാണ് അശോക് മേത്ത നിർദ്ദേശിച്ചത്. അപ്പൊ നോക്കൂ, ബൽവന്ത് റോയ് മേത്ത, ഇങ്ങനെ ഓർത്തു വെച്ചോ, മാർക്ക് കിട്ടും. 3 വാക്കല്ലേ, ബൽവന്ത് റോയ് മേത്ത. അദ്ദേഹം നിർദ്ദേശിച്ചത് ത്രിതലം. അശോക് മേത്ത 2 വാക്ക്, ദ്വിതലം. അശോക് മേത്ത പറഞ്ഞു ത്രിതലം വേണ്ട, ദ്വിതലം മതി. വീണ്ടും പറയുന്നു, ത്രിതലം വേണ്ട, ദ്വിതലം മതി. അതായത് മണ്ഡൽ പഞ്ചായത്ത് എന്ന ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മതി. ജില്ലാ പഞ്ചായത്ത് ആയിരിക്കണം ജില്ലാതല ആസൂത്രണത്തിന്റെ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയാണ്. ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ ചുമതല മണ്ഡലിനും ജില്ലയുടെ മൊത്തം ചുമതല ജില്ലാ പഞ്ചായത്തിനും ആയിരിക്കണം. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സാധുത, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി വേണമെന്ന് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തു. PSC സ്ഥിരമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി കൊടുത്ത കമ്മിറ്റി LM സിംഗ്വി എന്ന് പറയുന്ന കമ്മിറ്റിയാണ് ആദ്യം. പിന്നെ പാർലമെന്ററി കമ്മിറ്റിയായ PK തുങ്കൻ കമ്മിറ്റിയും പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് സ്ഥിരം PSC പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ആൻസർ. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച ആദ്യത്തെ കമ്മിറ്റി LM സിംഗ്വി, എന്നാൽ പാർലമെന്ററി കമ്മിറ്റി എന്ന് വെച്ചാൽ PK തുങ്കൻ. അവരൊക്കെയാണ് ഈ ഭരണഘടനാ പദവി കൊടുക്കുന്നത്. PSC സ്ഥിരം പഠിക്കുന്നവർക്ക് അറിയാം, ഒന്നുകിൽ LM സിംഗ്വി അല്ലെങ്കിൽ PK തുങ്കനെ ചോദിക്കും. പക്ഷെ ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ നിർദ്ദേശിച്ച കമ്മിറ്റി കൂടിയാണ് അശോക് മേത്ത കമ്മിറ്റി. ശരിയാണ്, അശോക് മേത്ത കമ്മിറ്റിയിലും പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി കൊടുക്കണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രൊവിഷൻ ഒന്നും അന്ന് നടപ്പിലാക്കിയില്ല. നടപ്പിലാക്കാൻ കാരണമായത് LM സിംഗ്വിയുടെ നിർദ്ദേശവും PK തുങ്കന്റെ നിർദ്ദേശമാണ്. LM സിംഗ്വിയാണ് PSC ആൻസർ കൊടുക്കുന്നത്, പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി.
എന്നിട്ട് ഇതേ നിർദ്ദേശം മുന്നോട്ട് വെച്ച പാർലമെന്ററി കമ്മിറ്റി എന്ന് ചോദിച്ചാൽ PK തുങ്കൻ. പഞ്ചായത്ത് രാജിനെ ഭരണഘടനയെ ഉൾപ്പെടുത്താൻ നിർദ്ദേശ കമ്മിറ്റി എല്ലാം സിംഗ്വി, ആ നിർദ്ദേശം മുന്നോട്ട് വെച്ച പാർലമെന്ററി കമ്മിറ്റി PK തുങ്കൻ. പക്ഷേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിൽ ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് അശോക് മേത്ത കമ്മിറ്റിയും കൂടെ എഴുതാം. കാരണം സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്, ശരിയുമാണ്. പക്ഷെ അന്ന് നടപ്പിലാക്കിയില്ല. അതുകൊണ്ടാണ് PSC ഇതുവരെ അശോക് മേത്ത ഉത്തരം കൊടുക്കാത്തത്. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത് ത്രിതലം മാറ്റി ദ്വിതലം വേണം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് എന്ത് കൊടുക്കണം, ഭരണഘടന സാധുത കൊടുക്കണം, പിന്നെ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്ന് നിർദ്ദേശ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. 1978 അശോക് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പക്ഷെ അശോക് മേത്ത കമ്മിറ്റിയെ നിയമിക്കുന്നത് 1977 അശോക് മേത്ത കമ്മിറ്റി നിയമിക്കപ്പെടുന്നത് 1977 റിപ്പോർട്ട് 78. ഇനി കേരളത്തിലെ നിലവിലെ പഞ്ചായത്തുകളുടെ സിസ്റ്റം എങ്ങനെയാണ്? കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെയുള്ളൂ. പഞ്ചായത്ത് രാജ് സംവിധാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജില്ലാ പഞ്ചായത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ വരും, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വരും, പിന്നെ ഗ്രാമപഞ്ചായത്ത് വരും. നഗരപാലിക എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കോർപ്പറേഷൻ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഈ 6 കോർപ്പറേഷനേ ഉള്ളൂ. പിന്നെ മുനിസിപ്പാലിറ്റികളുണ്ട്, മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളും കൂടെ ഉണ്ട്. നഗരപാലിക സംവിധാനം. അപ്പൊ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക എന്ന് പറയുമ്പോൾ നഗരപ്രദേശങ്ങളിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. അത് കോർപ്പറേഷനും വരും, മുനിസിപ്പാലിറ്റിയും വരും. നെക്സ്റ്റ് ജനകീയ ആസൂത്രണം. നമുക്ക് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരവും ഫണ്ടും നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ജനകീയ ആസൂത്രണം. ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ വർഷം 1996. ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ വർഷം 1996. ജനകീയ ആസൂത്രണം കേരളത്തിൽ 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 96 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ 73, 74 ഭേദഗതികളൊക്കെ നിങ്ങൾ PSCയിൽ പഠിക്കുകയെ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ചില പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് 73, 74 ഭേദഗതികൾ? പഞ്ചായത്ത് രാജിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികളാണ് 73, 74 ഭേദഗതികൾ. ശ്രദ്ധിക്കണേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചായത്ത് രാജിനെ ഭരണഘടനയെ ഉൾപ്പെടുത്തണമെന്ന്. അങ്ങനെ പഞ്ചായത്ത് രാജിനെ ഭരണഘടനയെ ഉൾപ്പെടുത്തിയ ഭേദഗതികളാണ് പഞ്ചായത്ത് രാജിനെയും നഗരപാലിക എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, പഞ്ചായത്ത് രാജ് നഗരപാലിക സ്ഥാപനങ്ങളെ ഭരണഘടനയെ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 73, 74 ഭേദഗതികൾ. ഇതിനെ തുടർന്ന് 96 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ കേരളത്തിന് ജനകീയ ആസൂത്രണം വഴി കഴിഞ്ഞു. ഈ ഭരണഘടനാ ഭേദഗതികളിലൂടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ സ്ത്രീ സംവരണം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 33%. ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലെ സ്ത്രീ സംവരണം 33. കേരളം 33 ആയിരുന്നു ആദ്യം. എന്നാൽ 2009 പഞ്ചായത്ത് രാജ് ആക്ടിലൂടെ കേരളത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% കേരളത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ 50%. നമ്മൾ SCRT ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് സ്ത്രീ പ്രാതിനിധ്യം 50 ആക്കിയെന്ന് പറയുന്നുണ്ട്. 2005 അല്ല, 2009 കേട്ടോ, കറക്റ്റായിട്ട് പഠിച്ചോളേ. 2009 പഞ്ചായത്ത് രാജ് ആക്ടിലൂടെയാണ് പ്രാതിനിധ്യം 50% ആക്കിയത്. ഇനി PSC ഏത് ആൻസർ കൊടുക്കുമെന്ന് അറിയില്ല, കാരണം ടെക്സ്റ്റ് ബുക്കിൽ 2005 കൊടുത്തേക്കുന്നു. പക്ഷെ തെറ്റ് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. 2005 അല്ല, 2009 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലൂടെയാണ് സ്ത്രീകൾക്ക് 50% സംവരണം കിട്ടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. ഇതാണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവയുടെയൊക്കെ ചുമതലകൾ എന്താണ്? ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ജനനവും മരണവും എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് പഞ്ചായത്തിലാണ്. സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും. പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും. മാതൃ ശിശു വികസനം, ICDS പോലുള്ള അംഗനവാടികളുള്ള പരിപാടികളല്ലേ, അതെല്ലാം പഞ്ചായത്തിന്റെ കീഴിലാണ്. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ. നിങ്ങൾ ഒരു പുതിയ വീട് വയ്ക്കുമ്പോൾ അതിന്റെ പെർമിറ്റിന് വേണ്ടി പോകുന്ന എവിടെയാണ്? പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ കോർപ്പറേഷനിലാണ്. പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ. നിങ്ങളുടെ നാട്ടിലെ കുളങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ? പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് അത് വരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം, പിന്നെ വളർത്തു നായകൾക്ക് ലൈസൻസ് നൽകൽ. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്,
നമ്മൾ ഉറപ്പായിട്ടും പഠിക്കുക. കാരണം PSC പരീക്ഷകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ ചോദിക്കും. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, ശ്രദ്ധിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃ ശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ തെറ്റാണെന്ന് വിചാരിക്കും, അതൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നതാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ കീഴിൽ വരുന്നതാണ്. മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ, ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ. സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി പഠിക്കുക. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാന മാർഗങ്ങൾ. പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ പഠിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. കെട്ടിടത്തിൽ പരസ്യം പതിക്കുന്ന തൊഴിൽ ചെയ്യുവാൻ ലൈസൻസ് ഉള്ളവരിൽ നിന്നും, ഞാൻ ഒന്നുകൂടി പറഞ്ഞ വ്യക്തമായിട്ട് കേൾക്ക്, കെട്ടിടത്തിൽ പരസ്യം പതിക്കുന്ന തൊഴിൽ ചെയ്യുവാൻ ലൈസൻസ് ഉള്ള, ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ, കെട്ടിടത്തിൽ പരസ്യം പതിക്കുന്ന തൊഴിൽ ചെയ്യാൻ ലൈസൻസ് ഉള്ള ആളുകളിൽ നിന്നും വിനോദ് എന്ന് പറയുന്ന ആള്, വിനോദ് എന്ന് പറഞ്ഞൊരു ഗുണ്ടയാണെന്ന് വിചാരിക്കും, വിനോദ് പ്രദർശന നികുതി വാങ്ങുമായിരുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്ക്, കെട്ടിടത്തിൽ പരസ്യം പതിക്കുന്ന തൊഴിൽ ചെയ്യുവാൻ ലൈസൻസ് ഉള്ളവരിൽ നിന്നും വിനോദ് പ്രദർശന നികുതി വാങ്ങുമായിരുന്നു. ഇതെല്ലാം ഓർഡറിൽ നമുക്കൊന്ന് പഠിക്കാം. കെട്ടിടത്തിൽ, കെട്ടിട നികുതി പഞ്ചായത്തിന്റെ കോർപ്പറേഷന്റെ വരുമാനമാണേ. പരസ്യം പതിക്കുന്ന പരസ്യ നികുതി, തൊഴിൽ ചെയ്യുവാൻ തൊഴിൽ നികുതി, ലൈസൻസ് ഉള്ളവരിൽ നിന്നും ലൈസൻസ് ഫീസ്, ലൈസൻസ് നികുതി അല്ല, ലൈസൻസ് ഫീസ് ആണ്, എന്തിനെങ്കിലും ലൈസൻസ് എടുക്കുമ്പോൾ അടയ്ക്കുന്ന ഫീസ്. വിനോദ് എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയാണെന്ന് വിചാരിക്കും, ഒരു വിനോദ് പ്രദർശന നികുതി വാങ്ങുമായിരുന്നു. ഒന്നുകൂടി കഥ കേൾക്ക്. കെട്ടിടത്തിൽ പരസ്യം പതിക്കുന്ന തൊഴിൽ ചെയ്യുവാൻ ലൈസൻസ് ഉള്ളവരിൽ നിന്നും വിനോദ് പ്രദർശന നികുതി വാങ്ങുമായിരുന്നു. എന്നോടൊപ്പം പറ, അപ്പൊ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. കെട്ടിടത്തിൽ പരസ്യം പതിക്കുന്ന തൊഴിലിൽ ലൈസൻസ് ഉള്ളവരിൽ നിന്നും വിനോദ് പ്രദർശന നികുതി വാങ്ങുമായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട വരുമാനങ്ങൾ ഏതൊക്കെയാണ്? കെട്ടിട നികുതി, പരസ്യ നികുതി, തൊഴിൽ നികുതി, ലൈസൻസ് ഫീസ്, വിനോദ നികുതി, പ്രദർശന നികുതി. ഇത്രയും നികുതികൾ നമ്മൾ അടയ്ക്കേണ്ടത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലാണ്. വീട് വയ്ക്കുമ്പം അതിനുശേഷം ഓരോ വർഷവും കെട്ടിട നികുതി, നമ്മൾ പോസ്റ്ററൊക്കെ പതിക്കാൻ പരസ്യം ഒട്ടിക്കുമ്പോൾ അതിനുവേണ്ടി നികുതി അടയ്ക്കണം. പിന്നെ തൊഴിലുള്ളതിന് നമ്മൾ പ്രൊവിഷണൽ ടാക്സ്, എല്ലാ വർഷവും പ്രൊവിഷണൽ ടാക്സ് അടയ്ക്കും. പിന്നെ ലൈസൻസ് എടുക്കുന്നതിന് പഞ്ചായത്തിൽ പലതരത്തിലുള്ള ലൈസൻസ്, അതിനൊരു ഫീസ് അടയ്ക്കണം. എന്റർടൈൻമെന്റ് ടാക്സ്, സിനിമ മാളിലൊക്കെ നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി അടയ്ക്കുന്ന ടാക്സ് ഉണ്ട്, അത് പഞ്ചായത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലാണ് പോകുന്നത്. പിന്നെ പ്രദർശന നികുതി ഉറപ്പായിട്ട് പഠിച്ചോ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രധാന വരുമാന മാർഗങ്ങൾ. നമ്മുടെ പഞ്ചായത്തുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണ് നോക്കൂ. പ്രധാനപ്പെട്ട വെല്ലുവിളികൾ: ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതം സമയബന്ധിതമായി പഞ്ചായത്തുകൾക്ക് ലഭിക്കാറില്ല. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ താഴെത്തട്ടിലേക്ക് അധികാരം എത്തുന്നില്ല, അതൊരു വെല്ലുവിളിയാണ്. ഗ്രാമസഭകളിലെ കുറഞ്ഞ പങ്കാളിത്തം. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭകൾ. ഒരു വാർഡിലെ എല്ലാ മെമ്പറും ഉള്ള സഭയാണ് ഗ്രാമസഭ. ഗ്രാമസഭകളിലെ കുറഞ്ഞ പങ്കാളിത്തം ഒരു വെല്ലുവിളിയാണ്. ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലുള്ള കുറവ്. തനതു വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തുകൾ കിട്ടുന്ന വരുമാനം കണ്ട കെട്ടിടം, പരസ്യം, തൊഴില്, വിനോദം, പ്രദർശനം, ഈ നികുതിയൊക്കെ ഗ്രാമങ്ങളിൽ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. കാരണം പലരും കെട്ടിട നികുതിയൊന്നും അടയ്ക്കാറില്ല. പിന്നെ പരസ്യ നികുതിയും വിനോദ നികുതിയും പ്രദർശന നികുതിയൊക്കെ വേണമെങ്കിൽ അത്രയും പരിപാടികളും പ്രോഗ്രാംസും ഫംഗ്ഷൻസും നടന്നാലേ കിട്ടൂ. അങ്ങനെ തനത് വരുമാനം കിട്ടുന്നില്ല. പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അപര്യാപ്തത. ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായ സ്ഥാപനങ്ങൾ, പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും നേരിടുന്ന വെല്ലുവിളികളാണ്. അപ്പൊ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ നേരിടുന്ന വെല്ലുവിളി? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ പങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ഇത്രയുമാണ് അധികാരം ജനങ്ങൾക്ക് എന്ന അധ്യായത്തിൽ നിന്നും നമുക്ക് ഒരു PSC പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചെടുക്കേണ്ടത്. ഇതിന് പുറത്തുനിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ഒറ്റ ചോദ്യം വരില്ല. കാരണം PSC എക്സാമിന് ആവശ്യമായ എല്ലാ കാര്യവും ഞാൻ ഈ ചാപ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റിയും കൃത്യമായിട്ട് പഠിക്കുക. ഗാന്ധിജിയും ഗ്രാമസ്വരാജും കൃത്യമായിട്ട് പഠിക്കുക. പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ വന്ന രാജസ്ഥാനിലെ വർഷവും ആ ഡേറ്റും എല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ പ്രധാന വരുമാന മാർഗങ്ങൾ ഓർത്തിരിക്കുക. പഞ്ചായത്തുകൾ നേരിടുന്ന വെല്ലുവിളികൾ ഓർത്തിരിക്കുക. അതായത് നമുക്ക് PSCക്ക് പഠിക്കാനുള്ള പഞ്ചായത്ത് രാജ് എന്ന മേഖലയിൽ നിന്നും SCERTയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ചാപ്റ്റർ 7ാം ക്ലാസ്സിൽ ഈ ചാപ്റ്ററാണ്. ഇതിലുള്ള ഒരു ഫാക്ട് പോലും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായമായ SCERT എക്സ്പ്ലെയിനർ വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.